എന്താന്ന് വെച്ചാൽ മെയിനായിട്ട് നമ്മളെ മൈൻഡാണ്. നമ്മളെ മൈൻഡ് പെർഫെക്റ്റ് ആണെങ്കിൽ എല്ലാം ഓക്കെയാണ്. ഇന്ന് ചാനൽ 10 പ്രേക്ഷകരോടൊപ്പം ഉള്ളത് പ്രായം തളർത്താത്ത മഞ്ചേരിയുടെ അർണോൾഡ് ആണ് കൂടെ ഉള്ളത്. മഞ്ചേരിയുടെ യഥാർത്ഥ പോരാളിയാണ് കൂടെ ഉള്ളത്. മലപ്പുറം തിരൂരിൽ നടന്ന മിസ്റ്റർ മലപ്പുറം ചാമ്പ്യൻഷിപ്പിൽ മാസ്റ്റേഴ്സ് വിഭാഗത്തിൽ 1ാം സ്ഥാനം നേടി മഞ്ചേരിയുടെ അഭിമാനമായി മാറിയ പ്രായം തളർത്താത്ത പോരാളി സലാമുക്കയാണ് നമ്മളോടൊപ്പം ഉള്ളത്. സലാമുക്ക, എന്തായാലും ഈ ഒരു പ്രായത്തിലും ഈ ഒരു ആവേശം ഒട്ടും കുറയാതെയാണല്ലോ ഈ ഒരു വിജയത്തിന്റെ തിളക്കം. എങ്ങനെയാണ് ഈ ഒരു സന്തോഷം ഞങ്ങളുടെ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത്? എന്താന്ന് വെച്ചാൽ മെയിനായിട്ട് നമ്മളെ മൈൻഡാണ്. നമ്മളെ മൈൻഡ് പെർഫെക്റ്റ് ആണെങ്കിൽ എല്ലാം ഓക്കെയാണ്, ഇല്ലെങ്കിൽ പ്രശ്നമാണ്. പിന്നെ നമ്മളെന്താ വെച്ചാൽ നമുക്ക് മനസ്സ് വരണം, നമുക്കൊരു ഹാർഡ് വർക്ക് ചെയ്യണം, നമുക്ക് നേടണം എന്നുള്ളൊരു മോഹം വേണം, നീളം നടക്കുള്ളൂ, അല്ലെങ്കിൽ നടക്കില്ല. അതിപ്പോഴെന്താ വെച്ചാൽ എൻ്റെ കംപ്ലീറ്റ് വർക്കൗട്ട് റെസ്റ്റ്ലെസ് വർക്കൗട്ടാണ്. ഞാനെന്താ വെച്ചാൽ വെള്ളം കുടിക്കാനുള്ള മാത്രമേ ഗ്യാപ്പ് എടുക്കുന്നുള്ളൂ. കംപ്ലീറ്റ് അങ്ങനെ എല്ലാ മെഷീൻസും ഓടിക്കൊണ്ടിരിക്കുകയാണ്, ഒരു റെസ്റ്റ് ഇല്ല. സലാംക്ക, ഞാൻ തുടക്കം തന്നെ പറഞ്ഞു പ്രായം തളർത്താത്ത പോരാളിയാണെന്ന്. പക്ഷെ എന്റെ ഒരു മൈൻഡിൽ ഏകദേശം ഒരു പ്രായമുണ്ട്. എങ്കിലും എത്രയാണ് പ്രായം? എൻ്റെ സ്വീറ്റ് 72. ജനുവരി 1 ആണ് എൻ്റെ ബർത്ത്ഡേ. അപ്പൊ 72 കഴിഞ്ഞപ്പോൾ 73ലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇക്കാലം അത്രയും ഒരുപാട് അംഗീകാര നേട്ടങ്ങളിലൂടെയാണല്ലോ ജീവിതം മുന്നോട്ട് പോകുന്നത്. ഏത് പ്രായത്തിലാണ് ഈ ഒരു മേഖലയിലേക്ക് കടന്നു വന്നിട്ടുള്ളത്? ഞാൻ വരുന്നത് 55ാം വയസ്സിലാണ്. അപ്പൊ ഞാൻ കരാട്ടേക്കാരനാണ്, 5th റാങ്ക് ബ്ലാക്ക് ബെൽറ്റ് ആണ്. അപ്പൊ ഞാൻ ആ കരാട്ടെ, എൻ്റെ കാലിന്റെ മുട്ടിനൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പൊ ഡോക്ടർ പറഞ്ഞു ലെഗ് എക്സ്റ്റൻഷൻ അടിച്ചാലും പോകുന്നു. അപ്പൊ അന്ന് എൻ്റെ ബോഡി വെൽ ഫിറ്റ് ആണ്, കാരണം എല്ലാ വെപ്പൺസും ഉപയോഗിച്ചിരുന്ന ആളാണ്. അപ്പൊ അങ്ങനെ ആ ഫസ്റ്റിൽ തന്നെ 55 വയസ്സിൽ തന്നെ ചെയ്ത് വർക്കൗട്ട് ചെയ്ത് അങ്ങനെ കാലിൻ്റെ ഒക്കെ ശരിയായി. അങ്ങനെ അന്നത്തെ ആ വർഷം തന്നെ മലപ്പുറം കേരളം ഞാൻ അടിച്ചു. പിന്നെ അവിടെ നിന്നാണ് പിന്നെ കയറി പോകുന്നതാണ്, പിന്നെ ബ്രേക്ക് ഉണ്ടായിട്ടില്ല. നമ്മൾ ഏത് മേഖലയിലാണെങ്കിലും മുന്നോട്ടുള്ള വളർച്ചയ്ക്ക് പിന്തുണ വളരെ പ്രധാനപ്പെട്ടതാണല്ലോ. ഈ ഒരു പ്രായത്തിലും എങ്ങനെയാണ് കുടുംബവും നാട്ടുകാരും ഗുരുനാഥന്മാരും ഒക്കെ നൽകുന്ന പിന്തുണ? എല്ലാവരും നല്ല സപ്പോർട്ടാണ്, ഫാമിലി ഭയങ്കര സപ്പോർട്ടാണ്, പ്രത്യേകിച്ച് വൈഫും മക്കളും നല്ല സപ്പോർട്ടാണ്. പിന്നെ ഫ്രണ്ട്സും നല്ല സപ്പോർട്ടാണ്. അപ്പം എല്ലാവരും ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ പ്രത്യേകിച്ച് ഇതിൻ്റെയൊക്കെ പിന്നിൽ ആദ്യം ഞാൻ ഇവിടെ പെരുന്തൽമണ്ണ സ്റ്റാർട്ട് ചെയ്തത് എൻ്റെ മാഷുണ്ടായിരുന്നു, കരാട്ടേക്കാരനായിരുന്നു ഷൗക്കത്തലി. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത നെക്സ്റ്റ് ഇയർ അങ്ങോട്ട് മാറിയതാണ്. അങ്ങനെ ഇവിടെ പവർ സ്റ്റൈലിലാണ് മുജീബ് ഇബ്രാഹിമാണ് മാഷ്. മാഷിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ മാഷ് എപ്പോഴും കുട്ടികളെ കൂടെ ഉണ്ടാവും, എല്ലാവരും മര്യാദയ്ക്ക് ചെയ്യിച്ചുകൊണ്ടിരിക്കുന്നൊരു മാഷാണ്. അതാണ് അവിടെ നിന്നാണ് ഞാൻ വരുന്നത്. പിന്നെ പ്രത്യേകിച്ച് എല്ലാവരും സപ്പോർട്ട് എനിക്കുണ്ട്, പ്രത്യേകിച്ച് മാസ്റ്ററേയും അതുപോലെ ഫ്രണ്ട്സിൻ്റെയും എല്ലാവരും സപ്പോർട്ടുണ്ട്. എല്ലാവരും അപ്രീഷിയേറ്റ് കിട്ടിയിട്ട് തന്നെ ഇപ്പം മിസ്റ്റർ മലപ്പുറം കിട്ടിയിട്ടുള്ളൂ, ഭയങ്കര അപ്രീസിയേഷൻ കിട്ടിയിട്ടുണ്ട് എനിക്ക്. എന്തായാലും ഈ ഒരു മാസം അവസാനത്തോടു കൂടെ തൃശ്ശൂരിൽ മിസ്റ്റർ ഇന്ത്യ ആരംഭിക്കുകയാണല്ലോ. എങ്ങനെയാണ് സലാംക്കയുടെ തയ്യാറെടുപ്പൊക്കെ? ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. മാക്സിമം ട്രൈ കിട്ടിയ വെൽ ഫിറ്റ് ആണെങ്കിൽ മാത്രമേ നടക്കുന്നുള്ളൂ. ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. ഡെയിലി അറൗണ്ട് 3 to 5 hours ഞാൻ വർക്കൗട്ട് ചെയ്യുന്നുണ്ട് ഫുൾ ഡേ. അതിലൊന്നും പ്രശ്നം ഇതൊന്നുമില്ല, കാരണം ശരിക്കും ഹാർഡായിട്ട് വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ ശരിക്കും പിന്നെ എന്താ പറയുക, ഡയറ്റിംഗ് ആണ്, ഫുൾ ഡയറ്റിംഗ് ആണ്, യാതൊരു മാറ്റമില്ല, ഹാർഡ് ഡയറ്റിങ്ങിലാണ് ഇപ്പൊ നടക്കുന്നത്. സലാംക്ക, എന്തായാലും പുതിയ തലമുറയ്ക്ക് ഈ ഒരു പ്രായത്തിലും നിങ്ങളെ ആരോഗ്യം അടിപൊളിയായിക്കൊണ്ട് നിലനിർത്തുന്നുണ്ടല്ലോ, പുതിയ തലമുറയ്ക്ക് ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ട് കൊടുക്കാനുള്ള ഒരു സന്ദേശം എന്താണ്? പിന്നെന്താ എനിക്ക് പറയാനുള്ളത് വെച്ചാൽ, കുട്ടികളോട് പറയാനുള്ളത് ഫാസ്റ്റ് ഫുഡ് കംപ്ലീറ്റ് നമ്മൾ ഒഴിവാക്കണം. അതുപോലെ രാത്രി ഒരു എക്സസൈസ്, ഒരു ദിവസം 1 മണിക്കൂറെങ്കിലും എക്സസൈസ് ചെയ്യണം, നടക്കണം. പക്ഷെ നടക്കുമ്പോൾ ഇപ്പം ഞാൻ കാണുന്നതെന്ന് വെച്ചാൽ സ്ട്രീറ്റിൽ നടക്കുമ്പോൾ ഒരു 8-10 പേര് നടക്കും, ഭയങ്കരമായിട്ട് സംസാരിച്ച് ബഹളം വെച്ച് നടക്കും. ശരിക്കും നടക്കുമ്പോൾ നമ്മൾ സംസാരിക്കാൻ പാടില്ല, സൈലന്റ് ആയിട്ട് നടക്കണം. ഈ സംസാരിച്ചുകൊണ്ട് നടക്കാൻ നമ്മൾ ഹാർട്ടിന് കേടാണ്. അപ്പൊ അതിലും നല്ല എന്താ വെച്ചാൽ നമ്മൾ സൈലന്റ് ആയിട്ട് നടക്കുക, തനിച്ച് നടന്നിട്ട് നമ്മൾ ഡെയിലി 1 മണിക്കൂറിൽ മിനിമം എക്സസൈസ് ചെയ്യുന്നത് നല്ലത്. എന്നാലെന്ന് വെച്ചാൽ നമുക്ക് വളരെയധികം ഇതിൽ അസുഖങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാം. ഇപ്പൊ എന്നെ സംബന്ധിച്ച് എനിക്ക് എന്താ വെച്ചാൽ, ഞാൻ ഇപ്പോൾ 72 വയസ്സായി, ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ ഒന്നുമില്ല. ഞാൻ ഒരു മരുന്ന് ഉപയോഗിക്കാറില്ല. ഞാൻ പനി പിടിച്ചാലും വെറുതെ വെയിലത്ത് നടന്ന് ആകെ വിയർത്ത് പിന്നെ വീണ്ടും കുളിക്കലാണ്, അല്ലാതെ ഡോക്ടറെ അടുത്ത് പോകാറില്ല. അപ്പൊ അങ്ങനെ എനിക്കൊരു ധൈര്യം വരുന്നതെന്ന് വെച്ചാൽ എൻ്റെ എക്സസൈസാണ്, എൻ്റെ വർക്കൗട്ടാണ്. എനിക്ക് മാനസികമായിട്ട് ഭയങ്കര ധൈര്യമാണ് ഈ ഒരു കാര്യത്തിന്. അപ്പൊ കുട്ടികളോടും പറയാനുള്ളത് അതാണ്, നിങ്ങൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ശരിക്കും 1 മണിക്കൂറെങ്കിലും എക്സസൈസ് ചെയ്യുക, അച്ഛനെ അമ്മനെയും മര്യാദ ശ്രദ്ധിക്കുക, കുട്ടികളൊക്കെ ശ്രദ്ധിച്ച് പോവുക. നമ്മൾ ഏതൊരു മേഖലയിലാണെങ്കിലും അംഗീകാരങ്ങളാണ് നമ്മളെ കൂടുതൽ മികവുറ്റതാക്കുന്നത്. അപ്പൊ സലാമക്കയ്ക്ക് മുമ്പ് ലഭിച്ച അംഗീകാരങ്ങൾ ഏതൊക്കെയാണ്? എനിക്ക് മിസ്റ്റർ മലപ്പുറം 6-7 പ്രാവശ്യം കിട്ടിയിട്ടുണ്ട്, കേരളം കിട്ടിയിട്ടുണ്ട് 6-7 പ്രാവശ്യം, ഒരു മിസ്റ്റർ സൗത്ത് ഇന്ത്യൻ കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ മിസ്റ്റർ ഇന്ത്യക്ക് നോക്കുന്നുണ്ട്, വെൽ ഫിറ്റ് ആണെങ്കിൽ അതും നോക്കണമെന്നുണ്ട്, അതേ ഉള്ളൂ. താങ്ക് യു. പ്രായമൊക്കെ വെറും ഒരു നമ്പർ ആണെന്ന് ഇത്തരം ചില വ്യത്യസ്ത മനുഷ്യരെ പരിചയപ്പെടുമ്പോഴും സംസാരിക്കുമ്പോഴുമാണ് നമുക്കും ബോധ്യമാവുന്നത്. തൃശ്ശൂരിൽ നടക്കുന്ന മിസ്റ്റർ ഇന്ത്യയിൽ വിജയിച്ചുകൊണ്ട് മഞ്ചേരിയുടെ അഭിമാനം കാക്കാൻ വീണ്ടും സലാംക്കയ്ക്ക് സാധിക്കട്ടെ എന്ന് നമുക്കും ആശംസിക്കാം. മഞ്ചേരിയിൽ നിന്നും ക്യാമറമാൻ ഷനു അരീക്കോടിനൊപ്പം അജ്നാസ് കുടരഞ്ഞി, ചാനൽ 10 മഞ്ചേരി. കല്യാണം കഴിഞ്ഞ് കുറച്ചു കാലം ഫാമിലി പ്ലാനിങ് ഒക്കെയാണെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ പതിയെ എല്ലാവർക്കും കാര്യം മനസ്സിലായപ്പോൾ ആ പ്ലാനും കൈവിട്ടു. കുട്ടികളില്ലാത്തതിനേക്കാളും വിഷമമാണ് കുട്ടികളായില്ല എന്നുള്ള ചോദ്യം സഹിക്കുന്നത്.
ഒരു ദിവസം ഇവിടെ ഷോപ്പിൽ വന്നൊരു കസ്റ്റമറാണ് ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനെ കുറിച്ച് പറയുന്നത്. കുഞ്ഞു വിശേഷത്തിന് തുടക്കമാവുന്നു. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.